ഇന്ന് നമുക്ക് പുതിയൊരു യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 3 ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ. Law of independent assortment states that during gamete formation, the two alleles for one gene segregate or assort independently of the alleles for the other genes, or factors for one pair of characters segregate or assort independent of the factors for the other character pairs. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ മറ്റ് ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീൻസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതും ഗമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അസോർട്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് മെൻഡലിന്റെ എക്സ്പെരിമെന്റിൽ F2 ജനറേഷനിനകത്ത് നമുക്ക് നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ലഭിക്കുന്നത്. ഇപ്പൊ ടോൾ റെഡ് വേഴ്സസ് ഡ്വാർഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രോസ് നമ്മൾ നടത്തുമ്പോൾ പ്ലാന്റ്സിൽ നടത്തുമ്പോൾ F2 ജനറേഷനിൽ 9:3:3:3 റേഷ്യോ നമുക്ക് ഫിനോട്ടിപ്പിക് റേഷ്യോ കിട്ടും. അതിൽ ഈ 9ഉം 1ഉം മാത്രമേ പേരന്റൽ കോമ്പിനേഷൻസ് ഉള്ളൂ. ഇടയിൽ കാണുന്ന 3:3 എന്ന് പറയുന്നത് രണ്ടും നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ആണ്. ഒന്ന് ടോൾ വൈറ്റും മറ്റേത് ഡ്വാർഫ് റെഡും. ദെൻ ഈ മെന്റൽ ഈ ലോസ് എല്ലാം പ്രപ്പോസ് ചെയ്തതും ഈ ടിപ്പിക്കൽ റേഷ്യോസ് എല്ലാം പോസ്റ്റുലേറ്റ് ചെയ്തതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു അസംഷൻ ഉണ്ടായിരുന്നു. ഈ ജീൻസ് അദ്ദേഹം സ്റ്റഡി ചെയ്യുന്ന ജീൻസ് എല്ലാം ഡിഫറെന്റ് ക്രോമസോംസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വിചാരിക്കുക അങ്ങനെയല്ല സംഭവം. കാരണം നമുക്ക് ഓരോ സ്പീഷീസിനും നമ്പർ ഓഫ് ക്രോമസോംസ് ലിമിറ്റഡ് ആണ്. അതേസമയം നമ്പർ ഓഫ് ജീൻസ് ഒത്തിരി ഉണ്ട് താനും. അപ്പോൾ ഒരു ക്രോമസോമിൽ തന്നെ ഒന്നിലധികം അല്ല കണ്ടമാനം ജീൻസ് ടൈറ്റ്ലി പാക്ക് ചെയ്താൽ മാത്രമേ ഇത്രയധികം ജീൻസിനെ നമുക്ക് ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്രോമസോംസിന്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ജീൻസ്, നമ്മൾ എടുത്തിരിക്കുന്ന ജീൻസും ഒരേ ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റും? ഇഫ് ടു ജീൻസ് ആർ ഫൗണ്ട് ഓൺ ദി സെയിം ക്രോമസോം, they will not assort independently and do not follow Mendelian inheritance. അപ്പോൾ ഒരേ ക്രോമസോമിൽ തന്നെ ഇരിക്കുന്ന ജീൻസിന് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ജീൻസ് ബേസിലല്ല അവിടെ അസോർട്ട്മെന്റും സെഗ്രിഗേഷനും അസോർട്ട്മെന്റും ഒക്കെ നടക്കുന്നത്. അത് ക്രോമസോം ലെവലിലാണ്. അപ്പോൾ ഒരു ക്രോമസോം മൂവ് ചെയ്യുമ്പോൾ അതിലുള്ള ജീൻസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ അകത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ജീൻസ് മൂവ് ചെയ്യും. ആ ജീൻസിനപ്പോൾ മറ്റു പല ജീൻസുമായിട്ട് കോമ്പിനേഷൻസ് വരുന്നത് പല ക്രോമസോംസുകൾ തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരേ ക്രോമസോമിൽ തന്നെ ഇരിക്കുന്ന ജീൻസിന്റെ കേസിൽ ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പോസിബിൾ അല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് മെൻഡീലിയൻ റേഷ്യോയും ലഭിക്കുകയില്ല. അപ്പോൾ ജീൻസ് ദാറ്റ് ആർ ഇൻഹെറിറ്റഡ് ടുഗദർ ആർ സെഡ് ടു ബി ലിങ്ക്ഡ്. അതായത് ഒരേ ക്രോമസോമിൽ ഇരിക്കുന്ന ജീൻസിന് അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പേരന്റൽ കോമ്പിനേഷൻസ് അതേപോലെ തന്നെയായിരിക്കും നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ജീൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലിങ്ക്ഡ് ജീൻസ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാതെ പേരൻസിൽ കാണുന്ന പോലെ തന്നെയുള്ള കോമ്പിനേഷൻസ് സക്സീഡിങ് ഓസ്പ്രിങ്സിലും ലഭിക്കുകയാണെങ്കിൽ ആ ജീൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലിങ്ക്ഡ് ജീൻസ്. ആ ഫിനോമിനന് പറയുന്ന പേരാണ് ലിങ്കേജ്. അപ്പോൾ ലിങ്കേജ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ജീൻസ് പ്രസന്റ് ഇൻ ദ സെയിം ക്രോമസോം ടു സ്റ്റേ ടുഗദർ ഇൻ ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിലിരിക്കുന്ന ജീൻസിന് ഒന്നിച്ചിരിക്കാനുള്ള ടെൻഡൻസി. അതുപോലെ ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ആ ഒരു ക്രോമസോമിലായതുകൊണ്ട് ആ ജീൻസ് എല്ലാം ഒന്നിച്ച് തന്നെയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് പുതിയ നോൺ പേരന്റൽ കോമ്പിനേഷൻസിന് സാധ്യതയില്ല. പേരൻസിൽ എന്താണോ പല ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നത്, ഏത് കോമ്പിനേഷൻ ആണോ കാണുന്നത് അതേ കോമ്പിനേഷൻ ആയിരിക്കും ഓസ്പ്രിങ്ങിലും ഉണ്ടായിരിക്കുക. The genes present in the same chromosomes are known as linked genes. ഒരേ ക്രോമസോമിലിരിക്കുന്ന ജീൻസിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ലിങ്ക്ഡ് ജീൻസ്. ആ ഒന്നിച്ചിരിക്കാനുള്ള ടെൻഡൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ലിങ്കേജ്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ലിങ്കേജ് ഗ്രൂപ്പ്. ലിങ്കേജ് ഗ്രൂപ്പ് മീൻസ് all the genes in a particular homologous pair of chromosomes form a linkage group. ഒരു ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിൽ ഇരിക്കുന്ന നമ്പർ ഓഫ് ജീൻസ്, ആ ജീൻസിനെ എല്ലാം അതിന്റെ ടോട്ടാലിറ്റി, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലിങ്കേജ് ഗ്രൂപ്പ്.
അപ്പോൾ ഒരു ഹോമോലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഓരോ സ്പീഷീസിനും നമ്പർ ഓഫ് ക്രോമസോം പെയർ ഫിക്സഡ് ആണ്. അപ്പോൾ ഒരു പെയറിൽ ഇരിക്കുന്നതിന് മൊത്തത്തിൽ നമ്മൾ ഒരു പെയറിലുള്ള ജീൻസിന് ടോട്ടാലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ലിങ്കേജ് ഗ്രൂപ്പ്. അപ്പോൾ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ലിങ്കേജ് ഗ്രൂപ്പ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം പെയർ, ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സിലുള്ള നമ്പർ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ്സ് അപ്പോൾ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 23. അപ്പോൾ വൺസ് അഗെയിൻ ടെൻഡൻസി ഓഫ് ദ ജീൻസ് present in the same chromosome to stay together, that is linkage. The genes present in the same chromosome are known as linked genes, and all the genes that are present in a homologous pair of chromosome that forms a linkage group. Then number of linkage group in an organism is equal to the haploid number of chromosomes. എത്ര ക്രോമസോം പെയർ ഉണ്ടോ അത്രയും നമ്പർ ലിങ്കേജ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ദെൻ ലിങ്കേജിനെ കുറിച്ച് കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് സ്റ്റഡി നടത്തിയത് പുന്നറ്റ് ആൻഡ് ബെറ്റ്സൺ 1906. അവർ സ്റ്റഡി ചെയ്ത പ്ലാന്റ് ലഥൈറസ് ഒഡോറസ്റ്റസ് അഥവാ സ്വീറ്റ് പീ പ്ലാന്റ്. ദെൻ സ്വീറ്റ് പീ പ്ലാന്റ്സിലെ 2 ക്യാരക്ടേഴ്സ് ആണ് അവർ കൺസിഡർ ചെയ്തത്. ഒന്ന് ഫ്ലവർ കളർ, പർപ്പിൾ ഈസ് ഡോമിനന്റ് ഓവർ റെഡ്. Then രണ്ടാമത്തത് പൊള്ളൻ ഷേപ്പ്. ഹിയർ ലോങ് പൊള്ളൻ ഈസ് ഡോമിനന്റ് ഓവർ റൗണ്ട് പൊള്ളൻ. ദെൻ ഈ പർപ്പിൾ ലോങ് ആയിട്ടുള്ള പ്ലാന്റിനെ വേഴ്സസ് റെഡ് റൗണ്ട് ആയിട്ടുള്ള പ്ലാന്റ്സുമായിട്ട് ബ്രീഡ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയത് മൊത്തവും മെന്റലിന്റെ ലോ അനുസരിച്ച് തന്നെ 100% പേരന്റൽ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് പ്യുവർ പർപ്പിൾ ലോങ് ഡോമിനന്റ് ആയിട്ട് വെറൈറ്റി കിട്ടി. ദെൻ ഈ F1 ജനറേഷനെ സെൽഫ് ചെയ്തിട്ട് F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഈ പേരന്റൽ കോമ്പിനേഷൻസും അത് കൂടാതെ പുതിയ 2 വെറൈറ്റി നോൺ പേരന്റൽ കോമ്പിനേഷൻ, അതായത് പർപ്പിൾ ലോങ്ങും റെഡ് റൗണ്ടും മാത്രമാണ് പേരന്റൽ കോമ്പിനേഷൻ. ഈ പർപ്പിൾ റൗണ്ട് ആൻഡ് റെഡ് ലോങ് എന്ന് പറയുന്ന ഈ 2 നോൺ പേരന്റൽ കോമ്പിനേഷൻസും ലഭിച്ചു. പക്ഷെ ഇത് കിട്ടിയത് എക്സ്പെക്ട് ചെയ്തിരുന്ന റേഷ്യോ 9:3:3:1 കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. മെന്റലിന്റെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷെ കിട്ടിയത് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള 8:8 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് കിട്ടിയത്. അതായത് 8 എണ്ണം ഡോമിനന്റ് പേരന്റിന്റെയും 8 എണ്ണം റെസസീവ് പേരന്റിന്റെയും. പുതിയ നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ഒന്നും അവിടെ വന്നില്ല. അതായത് പേരൻസിൽ എന്താണോ ഉണ്ടായിരുന്നത് അതേ ക്യാരക്ടേഴ്സ് തന്നെ അപ്പിയർ ചെയ്തു. 8 എണ്ണം പകുതി അല്ലെങ്കിൽ 50% ഡോമിനന്റ് പേരന്റിനെയും 50% റെസസീവ് പേരന്റിനെയാണ് റിസംബിൾ ചെയ്തത്. നോൺ പേരന്റൽ കോമ്പിനേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ ക്യാരക്ടർ, ഈ ക്യാരക്ടറിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇവിടെ നടന്നിട്ടില്ല. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കണമെങ്കിൽ ഈ ജീൻസ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് ക്രോമസോംസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഒരേ ക്രോമസോമിലായിരിക്കാം ഇരുന്നിരുന്നത്. ഇനി ഒരേ ക്രോമസോമിൽ ഇരിക്കുന്ന ജീൻസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഈ ജീൻസ് സ്വാഭാവികമായിട്ടും ലിങ്ക്ഡ് ജീൻസ് ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തു. ദെൻ ലേറ്റർ ഓൺ മോർഗൻ ആൻഡ് കാസിൽ ഇവർ രണ്ടുപേരും കൂടി ക്രോമസോം തിയറി ഓഫ് ലിങ്കേജ് പ്രപ്പോസ് ചെയ്തു. ഈ ക്രോമസോം തിയറി ഓഫ് ലിങ്കേജ് ആണ് ലിങ്കേജിന് ഒരു ബേസിസ്, അതിന്റെ പിന്നിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്, അതിന്റെ എങ്ങനെയാണ് അത് നടക്കുന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയത് മോർഗൻ ആൻഡ് കാസിൽ. അവർ ക്രോമസോം തിയറി ഓഫ് ലിങ്കേജ് പ്രപ്പോസ് ചെയ്തു. അതിലുള്ള മെയിൻ പോയിന്റ്സ്, ഫസ്റ്റ് വൺ, ജീൻസ് ആർ ലീനിയർലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം. The specific site where genes appears in a chromosome is known as loci. അപ്പോൾ genes and thereby loci are linearly arranged in a chromosome. Then second one, genes which show linkage, that means which stay together during hereditary transmission. അടുത്തടുത്തിരിക്കുന്നത് ചുമ്മാ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഈ ഗമേറ്റ് ഫോർമേഷൻ നടക്കുമ്പോൾ പോലും ഷഫിൾ ചെയ്യാതെ അടുത്തിരിക്കുന്ന ജീൻസ്, ദാറ്റ് ഈസ് ജീൻസ് വിച്ച് ഷോ ലിങ്കേജ്, ആർ ലൊക്കേറ്റഡ് ഇൻ ദി സെയിം ക്രോമസോം. ഡിഫറെന്റ് ക്രോമസോമിലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യും.
പക്ഷേ ലിങ്കേജ് കാണിക്കണമെങ്കിൽ അവരിയ്ക്കുന്നത് എവിടെയായിരിക്കണം? ഒരേ ക്രോമസോമിലായിരിക്കണം. ജീൻസ് വിച്ച് ഷോ ലിങ്കേജ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി സെയിം ക്രോമസോം. Then next, the distance between the linked genes in the chromosome determines the strength of the linkage. അതായത് the extent of linkage that is proportional to the distance between genes in a chromosome. ഒരു ക്രോമസോമിലിരിക്കുന്ന ജീൻസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും എന്തിരിക്കുക? അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും ലിങ്കേജ്. അതായത് തമ്മിലുള്ള ഒരേ ക്രോമസോമിൽ തന്നെയുള്ള ഡിസ്റ്റന്റ്ലി പ്ലേസ്ഡ് ജീൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവരുടെ ലിങ്കേജിന്റെ എക്സ്റ്റെന്റ് കുറയും. ദെൻ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ജീൻസ് ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ അവർ തമ്മിലുള്ള ലിങ്കേജ്, അതിന്റെ തമ്മിലുള്ള ബോണ്ട് ഒന്നിച്ചിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻസ് ഷോ സ്ട്രോങ്ങർ ലിങ്കേജ് ദാൻ ദ ഡിസ്റ്റന്റ് ജീൻസ്. ദെൻ ഇനി ഡിസ്റ്റന്റ്ലി പ്ലേസ്ഡ് ജീൻസ് ആണെങ്കിൽ ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് ജീൻസ് ആർ മോർ ലൈക്ലി ടു അണ്ടർഗോ ക്രോസിംഗ് ഓവർ ദാൻ ദി ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻസ്. ക്രോസിംഗ് ഓവർ എന്താണെന്ന് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ് ഇൻ ദ ക്രോമസോം ഡിറ്റർമിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ലിങ്കേജ്. ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻസ് ഷോ സ്ട്രോങ്ങർ ലിങ്കേജ്. ഇനി ക്ലോസ്ലി ലൊക്കേറ്റഡ് അല്ല, ഡിസ്റ്റന്റ്ലി ലൊക്കേറ്റഡ് ജീൻസ് ഇൻ എ ക്രോമസോം ആണെങ്കിൽ തന്നെയും അവിടെ ലിങ്കേജ് ഉണ്ട്, പക്ഷെ അത് വീക്ക് ലിങ്കേജ് ആണ്. ലിങ്കേജിന്റെ എക്സ്റ്റെന്റ് വളരെ കുറവായിരിക്കും. അതുകൂടാതെ അവർക്ക് ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ദെൻ ടൈപ്സ് ഓഫ് ലിങ്കേജ്. ലിങ്കേജ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ ലിങ്കേജ് രണ്ട് ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് അവരുടെ സക്സസീവ് ആയിട്ടുള്ള ഓസ്പ്രിങ്സിൽ പേരന്റൽ കോമ്പിനേഷൻസും നോൺ പേരന്റൽ കോമ്പിനേഷൻസും അപ്പിയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ലിങ്കേജ് നടന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലിങ്കേജ് ആണ് ഈ പറയപ്പെടുന്ന ജീൻസ് തമ്മിലുള്ളതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ലിങ്കേജ് ആണ്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ലിങ്കേജ്. ഇഫ് 2 or more characters are inherited together and consistently appear in 2 or more generations in their original or parental combinations, it is called complete linkage. അതായത് സക്സസീവ് ആയിട്ടുള്ള ജനറേഷൻസിൽ ഏതെങ്കിലും രണ്ട് ക്യാരക്ടേഴ്സിന് വ്യത്യാസം ഇല്ലാതെ അതേപോലെ തന്നെ റീഅപ്പിയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീൻസ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ്. അവർ തമ്മിലുള്ള ലിങ്കേജ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ these genes do not produce non-parental combinations. അപ്പോൾ ജീൻസ് ഷോയിങ് complete linkage are closely located in the same chromosome. Then incomplete linkage എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും. Incomplete linkage is exhibited by those genes which produce some percentage of non-parental combinations. ഇതിനർത്ഥം non-parental combinations മാത്രമേ ഉണ്ടാവുമെന്നല്ല. നമ്മൾ പറഞ്ഞ പോലെ 9:3:3:1 അതിൻ്റെ അകത്ത് പേരന്റൽ കോമ്പിനേഷൻസും ഉണ്ട്, നോൺ പേരന്റൽ കോമ്പിനേഷൻസും ഉണ്ട്. അപ്പൊ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ അവിടെ പേരന്റലും നോൺ പേരന്റൽ കോമ്പിനേഷൻസും ഉണ്ടാവാം. Such genes are located distantly on the chromosome. It is due to accidental or occasional breakage of chromosomal segment during crossing over. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രീഫ് ചെയ്യാം. The genes which are very closely located in a chromosomes are said to be completely linked genes. അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് completely linked ആയിരിക്കും. അങ്ങനെയുള്ള ജീൻസിന്റെ ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഫിനോമിനനാണ് കംപ്ലീറ്റ് ലിങ്കേജ്. ഈ കംപ്ലീറ്റ് ലിങ്കേജിന്റെ കേസിൽ ലിങ്കേജ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരിക്കലും നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്, ഒരിക്കലും ഉണ്ടാവത്തില്ല. ദെൻ ഇവിടെ ജീൻസ് വിച്ച് ആർ ഡിസ്റ്റന്റ്ലി പ്ലേസ്ഡ്, അടുത്തടുത്ത് ജീൻസ് അടുത്തടുത്തല്ല കുറച്ച് ദൂരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീൻസ്. ആ ഫിനോമിനൻ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. ഇൻകംപ്ലീറ്റ് ലിങ്കേജിന്റെ പ്രത്യേകത പേരന്റൽ ആസ് വെൽ ആസ് നോൺ പേരന്റൽ കോമ്പിനേഷൻസ് ആർ produced. Then genes located far apart on the same chromosomes typically show incomplete partial linkage. അതായത് ഈ എയും ബിയും സിയും ഇതൊരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം ആണ്, ഇത് വേറൊരെണ്ണം. ദെൻ ഇത് അകലെയാണെങ്കിൽ അത് പാർഷ്യൽ ഓർ ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. ഈ രണ്ടെണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ക്രോമസോംസ് ആയതുകൊണ്ട് അത് തമ്മിൽ ലിങ്കേജ് ഇല്ലതാനും. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ലിങ്കേജ്. ലിങ്കേജിന്റെ സിഗ്നിഫിക്കൻസ് ഒന്നാമത്തത്, linkage does not permit the breeders to bring the desirable characters in one variety. നമ്മൾ പ്ലാന്റ് ആൻഡ് അനിമൽ ബ്രീഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള കോമ്പിനേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ അവർ സെഗ്രിഗേറ്റ് ചെയ്യത്തില്ല. അത് നമ്മളുടെ ഒരു ലിമിറ്റേഷൻ.
പക്ഷേ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പോഴും അതിന്റെ പേരന്റൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, റേഷ്യൽ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.